നമ്മുടെ പലരുടെയും കുടുംബത്തിലുള്ളവർക്കും വളരെ വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ കോവിഡിൽ ജീവൻ നഷ്ടമായിട്ടുണ്ടാകും. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും കോവിഡ് ബാധിച്ചവരും വിഷമതകൾ അനുഭവിച്ചവരുമാണ്. ഇങ്ങനെ ഒരു വൈറസ് ബാധിക്കാനും ഏതാണ്ട് വംശനാശത്തിന് തുല്യമായ നഷ്ടമുണ്ടാക്കാനും കാരണമാരാണ്? ചൈന സൃഷ്ടിച്ച ജൈവ ബോംബെന്നാണ് ആദ്യമുയർന്ന വാദം. ഇനി അബദ്ധത്തിലാണെങ്കിലും ലബോറട്ടറിയിൽ നിന്ന് പുറത്തായതാണെങ്കിൽ അതും കൊടിയ പാതകമാണ്. ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്തി വാദങ്ങൾ പ്രബലമാവുകയായിരുന്നു. ഇതിനിടെയാണ് എഡിൻബർഗിലെ ഗവേഷകർ മറ്റൊരു സാധ്യത കണ്ടുപിടിച്ചത്. കോവിഡിനും 17 വർഷം മുൻപ്, വർഷം 2002, അന്ന് സാഴ്സ് പകർന്ന അതേ മാതൃകയിലാണ് കോവിഡുമെന്നാണ് എഡിൻബർഗിലെ ആദ്യ സ്ഥിരീകരണം. വവ്വാലുകളിലും മറ്റ് ജീവികളിലുമുള്ള മറ്റ് 248 കൊറോണ വൈറസുകളും പകരുന്നത് ഇതേ രീതിയിലാണ്. എഡിൻബർഗ് സർവകലാശാലയിലെ വൈറോളജിസ്റ്റായ ജൊനാഥൻ ബേക്കറാണ് പുതിയ സിദ്ധാന്തം അവതരിപ്പിച്ചത്. സാഴ്സിന്റെയും കോവിഡിന്റെയും വൈറസുകൾ സഞ്ചരിച്ചത് അസാധാരണമായി ഒരേ പാതയിലാണ്. രണ്ടു വൈറസും ആദ്യം വവ്വാലിൽ നിന്ന് കാട്ടുമൃഗങ്ങളിലേക്ക് പകർന്നു. തെക്കു പടിഞ്ഞാറൻ ചൈനയിലാണ് ഇത് സംഭവിച്ചത്. പിന്നാലെ വേട്ടക്കാർ വന്ന് ഇവയെ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചന്തയിലേക്ക് കൊണ്ടുപോയി. ആ ചന്തയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു. വന്യമൃഗങ്ങളെ നഗരമധ്യത്തിലെ ചന്തയിലെത്തിച്ചു വിറ്റാൽ പകർച്ചവ്യാധികൾ ഉറപ്പാണ്. കാട് ഇത്തരത്തിൽ മനുഷ്യനറിയാത്ത 100 കണക്കിന് വൈറസുകളുടെ പ്രഭവ കേന്ദ്രമാണ്. അവ മനുഷ്യനിലേക്ക് എത്താതെ അവിടെ തന്നെ ഒതുങ്ങുകയാണ് പതിവ്. വേട്ടയാണ് അവയെ നഗരമധ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിൽ പിടിക്കപ്പെടുമെങ്കിലും ചൈനയിൽ വന്യജീവികളുടെ വിൽപ്പന പരസ്യമായാണ്.